നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം തുടരുകയാണ്. സമരം 20-ാം ദിവസത്തിലേക്ക് കടന്നതോടെ വാങ്ചുക്കിന്റെ ആരോഗ്യനില ആശങ്കാജനകമാണ്. സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇന്ന് ജന്തർ മന്ദറിലെത്തി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ സമരത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന നിലപാടിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബനീഷ ബാബു ചേരുന്നു. ബനീഷ, ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള പവൻ ഖേര അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന ചോദ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിട്ട് തുടരുകയുമാണ്. എന്താണ് സംഭവിക്കുന്നത്? സനീഷ് പറഞ്ഞതുപോലെ ഡൽഹിയിലെ ജന്തർ മന്ദിറിലുള്ള വാങ്ചുക്കിന്റെ പ്രതിഷേധം ഇന്നിപ്പോൾ 20-ാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നിലവിൽ വലിയ ആശങ്കയാണ് ഉള്ളത്. എന്നിരുന്നാലും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വാങ്ചുക്ക് പറഞ്ഞു വെക്കുന്നത്. ജൂലൈ 20 വരെ ഇത്തരത്തിൽ ജന്തർ മന്ദിറിലെ പ്രതിഷേധം തുടരും. തുടർന്ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ ആ ഒരു പ്രതിഷേധ മാർച്ചിനും താൻ നേതൃത്വം നൽകുമെന്നാണ് ഇപ്പോൾ വാങ്ചുക്ക് പറയുന്നത്. അതേസമയം ഈ നിലയിൽ ഒരു പ്രതിഷേധവുമായി നിരാഹാര സമരം തുടർന്നാൽ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മോശമാകുമെന്ന് ഡോക്ടർമാരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ നിരാഹാര സമരം ആരംഭിച്ചതിന് ശേഷം 20 ദിവസം എത്തുമ്പോൾ 9 കിലോയാണ് അദ്ദേഹം ഭാരം കുറഞ്ഞത്. ഇപ്പോൾ ശരീരം ഉപയോഗിക്കുന്നത് ഈ മസിൽ ടിഷ്യൂ ആണെന്നും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇത്തരത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് വളരെയധികം ഉയർന്നുവെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ഈ ഡോക്ടർമാർ തന്നെ ഇപ്പോൾ ഈ ഒരു സർക്കാർ ഇടപെടൽ ആവശ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ ഒരു സർക്കാരിന്റെ ഒരു ഭാഗത്തു നിന്നൊരു അനുകൂല പ്രതികരണമില്ലാതെ ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങിയാൽ അതൊരു മോശം സന്ദേശമാകും നൽകുകയെന്നുമാണ് ഇപ്പോൾ വാങ്ചുക്ക് പറയുന്നത്. ആരോഗ്യസ്ഥിതി പരിഗണിച്ച് നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ഇന്നിപ്പോൾ സ്ഥലം സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ജനാധിപത്യമായ ഒരു സമരങ്ങളെ എങ്ങനെ നേരിടണമെന്ന് ഇപ്പോഴത്തെ സർക്കാരിന് അറിയില്ലെന്നും പവൻ ഖേര കേന്ദ്രത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നന്ദി ബനീഷ വിവരങ്ങൾക്ക്.